നമസ്കാരം. മുൻ നിലമ്പൂർ MLA PV അൻവറിന്റെ ജീവിത കഥ വരും തലമുറ മറക്കാതെ പഠിക്കേണ്ടതാണ്. വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിച്ചു കഴിയുമ്പോൾ പ്രാഞ്ചിയേട്ടനിസം തലയിൽ പിടിച്ച് രാഷ്ട്രീയക്കാരന്റെ വേഷം കെട്ടി ഒടുവിൽ താനില്ലാതെ ഈ നാടില്ല എന്ന് കരുതി തുത്തുകുണിക്ക് പക്ഷിയെപ്പോലെ പാതാളത്തിലേക്ക് പതിച്ച ആ കഥ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള കച്ചവടക്കാരനാണ് PV അൻവർ. എന്നാൽ ഇന്ന് 1 രൂപ കയ്യിലെടുക്കാൻ വിഷമിക്കുന്നു എന്നാണ് അൻവറുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അൻവർ മുതലാളിയുടെ കയ്യിലെ പണമൊക്കെ തീർന്നതോടെ ചുറ്റിനും മണത്ത് നടന്നിരുന്ന വത്സല ശിഷ്യഗണങ്ങളൊക്കെ ഓടിയൊളിച്ചത്രേ. നിയമവിരുദ്ധമായി പലരെ ഭയപ്പെടുത്തിയും പിടിച്ചുപറിച്ചുമൊക്കെ സ്വത്ത് സമ്പാദിച്ച ആളാണ് PV അൻവർ. ആ നിയമവിരുദ്ധ പ്രവൃത്തിക്ക് CPIM എന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തണലുണ്ടായിരുന്നു. അൻവർ മുതലാളിയുടെ കാൽക്കീഴിലാണ് പാർട്ടിയും സർക്കാരും എന്ന് ധരിച്ചു വശായി അഴിമതിക്കും തട്ടിപ്പിനുമെതിരെ നിലപാടെടുക്കുന്ന ഏഷ്യാനെറ്റിനെയും മറുനാടിനെയും അങ്ങ് തീർക്കാൻ വേണ്ടി 2 വർഷം മുമ്പ് രംഗത്തിറങ്ങി. അതിന് കുടപിടിക്കാൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള തട്ടിപ്പുകാർ നടത്തുന്ന ട്രീ കട്ടർ ചാനലും രംഗത്ത് വന്നു. ഏഷ്യാനെറ്റിനെതിരെ ചില കള്ളപ്പരാതികളൊക്കെ കൊടുത്ത് ഗീർവാണം മുഴക്കി മഹാനാവാനുള്ള ശ്രമമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം നടത്തിയത്. പിന്നീട് മറുനാടിനെ പൂട്ടിക്കൽ മഹാമഹമായിരുന്നു. 2023 മെയ് മാസം മുതൽ തുടർച്ചയായി അമ്പൂക്കായുടെ ഫേസ്ബുക്ക് പേജിൽ മറുനാടിനെതിരെയുള്ള പോസ്റ്റുകൾ മാത്രമായിരുന്നു. മറുനാടിനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുക, തട്ടിപ്പുകാരനാക്കി ചിത്രീകരിക്കുക, അങ്ങനെ അടച്ചുപൂട്ടും എന്ന് വ്രതമെടുത്തുകൊണ്ടുള്ള ജൈത്രയാത്ര. അൻവറിന്റെ വാക്ക് കേട്ട് പിണറായിയുടെ പോലീസ് നാടുനീളെ മറുനാടിനെതിരെ കള്ളക്കേസെടുത്തു. പക്ഷെ 2 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മറുനാടൻ എവിടെ, അമ്പൂക്ക എവിടെ? പൂട്ടുമെന്നല്ല പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത് എന്ന് ആവർത്തിച്ചുകൊണ്ട് പട്ടത്തെ നിക്കി റെസിഡൻസിയുടെ 6ാം നിലയിൽ നിന്നും താഴെ ഇറക്കും എന്ന് അമ്പൂക്ക പറഞ്ഞ അതേ 6ാം നിലയിൽ തന്നെ മറുനാടൻ ഇപ്പോഴുമുണ്ട്. അമ്പൂക്ക ആവട്ടെ ആരും സഹായിക്കാനില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. തന്റെ കയ്യിലിരുന്ന MLA സ്ഥാനം രാജിവെച്ച് കിങ് മേക്കർ ആവാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. പകരം താൻ നിയോഗിക്കുന്ന ആളെ MLA ആക്കണം എന്നായിരുന്നു ആവശ്യം. പക്ഷെ അൻവറിന്റെ വാക്കുകൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബദ്ധ രാഷ്ട്രീയ ശത്രുവിനെ തന്നെ നിലമ്പൂറുകാർ MLA ആയി തെരഞ്ഞെടുത്തു. അതിനു മുന്നോടിയായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ 8 നിലയിൽ പൊട്ടിക്കും എന്ന ഭീഷണി ഉയർത്തി. പക്ഷെ നിലമ്പൂരിലും പാലക്കാടും UDF ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയപ്പോൾ അൻവറിന്റെ കൊമ്പ് ആദ്യം ഒടിഞ്ഞു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി താൻ തന്നെ സ്വയം സ്ഥാനാർത്ഥിയായിട്ടും ജനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. ഉടനടി UDF പ്രവേശിപ്പിച്ചില്ലെങ്കിൽ താൻ ഭൂകമ്പമുണ്ടാക്കും എന്നായിരുന്നു അൻവറിന്റെ ഭീഷണി. പക്ഷെ അൻവർ മിണ്ടാതിരിക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിലെ ഭൂരിപക്ഷം സീറ്റും തനിക്ക് വേണം എന്നൊക്കെ ശാഠ്യം പിടിച്ചെങ്കിലും UDFകാർ തിരിഞ്ഞു നോക്കിയില്ല. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവിടെയും ഇവിടെയും 1-2 സീറ്റുകൾ കൊടുത്തതൊഴിച്ചാൽ UDF ഔദ്യോഗികമായി അൻവറെ മുന്നണിയിൽ എടുത്തേയില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ താൻ കാണിച്ചു തരാം എന്നൊക്കെയുള്ള വീമ്പിളക്കിൽ നിന്ന് പിന്മാറി ഏകപക്ഷീയമായി UDFനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി. എന്ന് വെച്ചാൽ അവസാനത്തെ ബോംബും ചീറ്റിപ്പോയി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിസ്ഥാനം പോയിട്ട് MLA സ്ഥാനം പോലും അൻവറിന് കിട്ടാത്ത അവസ്ഥ. ഇനി മുസ്ലിം ലീഗിന് നിർബന്ധമാണെങ്കിൽ ലീഗിന്റെ ചെലവിൽ സീറ്റ് കൊടുത്തോളൂ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അങ്ങനെ തികച്ചും നിരാശനായിരിക്കുന്ന അൻവറെ ഞെട്ടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ അൻവറിന്റെ മലപ്പുറത്തെ വസതിയിൽ പരിശോധനയ്ക്കെത്തി. കഴിഞ്ഞ ദിവസം പിണറായിയുടെ വിജിലൻസുകാർ പരിശോധിച്ചു പോയതിന് തൊട്ടു പിന്നാലെയാണ് EDയുടെ സംഘം എത്തുന്നത്. EDയുടെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ചെന്നൈയിലെയും യൂണിറ്റിൽ നിന്നും പ്രതിനിധികളുണ്ടായിരുന്നു. അൻവർ തെല്ലൊന്നുമല്ല പരിഭ്രാന്തനായത്. നേരത്തെയും അൻവറിനെതിരെ ED അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും EDയിലെ ചില കളങ്കിത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അതിനൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു. ആ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം മാറി പോവുകയും ED ഇപ്പോൾ കൃത്യമായി പഴയ കേസുകളൊക്കെ പൊടി തട്ടിയെടുത്ത് പരിശോധിക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് ഏതാണ്ട് 12 കോടിയുടെ ഒരു പുതിയ തട്ടിപ്പ് കിട്ടുന്നത്. പിണറായിയുടെ തണലിൽ എന്ത് തോന്നിയാസവും കാണിക്കാവുന്ന സാഹചര്യത്തിൽ KFCയിൽ നിന്നും 12 കോടി രൂപ ലോണായി എടുത്തത് വ്യാജമായ രേഖകളുടെ പശ്ചാത്തലത്തിലായിരുന്നു. ഒരേ ഭൂമി തന്നെ ഈട് വെച്ച് 1-ലധികം സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തു തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്നു. വിജിലൻസ് കേസെടുത്ത് അന്വേഷിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ പണമിടപാടിന്റെ വിശദാംശങ്ങൾ തേടി EDയും എത്തിയത്. EDയിലൊക്കെ തനിക്ക് വലിയ പിടിപാടുണ്ട് എന്ന് അൻവർ പലരോടും വീമ്പിളക്കുമായിരുന്നു. അത്തരം ചില പിടിപാടുകൾ അൻവറിന് നേരത്തെ ഉണ്ടായിരുന്നു താനും. എന്നാൽ സ്ഥിതിഗതികൾ ആകെ മാറുകയും ഇഡിയിലെ പല ഉദ്യോഗസ്ഥരെയും
മാറ്റി നിയമിക്കുകയും ചെയ്തതോടെ അൻവറിന്റെ പേരിലുള്ള കള്ളപ്പണ ഇടപാടുകൾ പലതും വീണ്ടും അന്വേഷണ പരിധിയിലേക്ക് പെടുന്നു. അതുകൊണ്ടാണ് അൻവറിന്റെ രേഖകൾ പരിശോധിക്കാൻ ചെന്നൈയിൽ നിന്നുപോലും ED ഉദ്യോഗസ്ഥരെത്തിയത്. KFCയുടെ ലോൺ ഇടപാട് മാത്രമല്ല, അൻവറിന്റെ പല പാറമട ഇടപാടുകളും ആലുവയിലെ ഒരു ഹോട്ടൽ അക്വയർ ചെയ്തതും അടക്കം അനേകം കേസുകൾ EDയുടെ പരിശോധനാ ലെൻസിലേക്ക് വരുന്നു എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിലമ്പൂരിലെ റീഗൽ എസ്റ്റേറ്റ് പിടിച്ചെടുത്ത് അവിടെ നിന്നും അതിന്റെ ഉടമയെ പായിക്കാനുള്ള നീക്കം പാളിപ്പോയപ്പോൾ റീഗൽ മുതലാളി മുരുകേഷ് യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയപ്പോൾ തുടങ്ങിയ വിനാശമാണ് ഇപ്പോൾ സമ്പൂർണ്ണ നാശത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഒരു വശത്ത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നേരിടുന്നു, മറുവശത്ത് ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ കഴിയാത്ത വിധത്തിൽ വരിഞ്ഞു മുറുക്കപ്പെട്ട സാഹചര്യത്തിലേക്ക് മാറുന്നു. അനേകം ഏക്കർ ഭൂമിയും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ഉണ്ടെങ്കിലും അതൊന്നും ലിക്വിഡ് കാഷായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഫാന്റസി പാർക്ക് അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ സർക്കാർ തന്നെ ഇടപെട്ട് പൂട്ടിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിലയ്ക്കുകയും രാഷ്ട്രീയമായി ഒറ്റപ്പെടുകയും ചെയ്ത അൻവർ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാതെ വെള്ളം കുടിച്ച് വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. എല്ലാ തട്ടിപ്പിനും കൂട്ടുനിന്നിരുന്ന ട്രീ കട്ടർ ചാനലും പതിയെ പതിയെ ചുവട് മാറ്റി. കഴിഞ്ഞ 2 വർഷമായി എന്ത് തെരഞ്ഞെടുപ്പ് നടന്നാലും നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന PV അൻവറെ ഇപ്പോൾ ചാനലുകളിൽ ഒന്നും കാണാനുമില്ല. ആരുമില്ലെങ്കിലും തങ്ങളുണ്ടാവും എന്ന് വാക്കുകൊടുത്ത് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തം പറയിപ്പിച്ച് ലൈം ലൈറ്റിൽ നിർത്തിയിരുന്ന ട്രീ കട്ടർ ചാനലും കാലുവാരിയതോടെ അമ്പൂക്ക വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും ഇത്തരം ഗതികെട്ട അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ.